ഗൈസ്, വെൽക്കം ടു ഹോളി വേൾഡ്. ഇന്നത്തെ ക്രിസ്മസ് ദിനമാണ്. അപ്പം നമ്മളൊന്ന് കറങ്ങാനൊക്കെ പോകാനായിട്ടുള്ള പ്ലാനിലാണ്. കേശു ഏട്ടന് ഞങ്ങളെ മൂന്നുപേരും ഉള്ളൂ. അപ്പം ഞങ്ങൾ ഒന്ന് ഫോർട്ട് കൊച്ചി വരെ ഒന്ന് കറങ്ങാൻ പോകാൻ ഇങ്ങനെ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഇപ്പം ഇവിടെ ഒക്കെ ഭയങ്കര കൊച്ചി സൈഡിൽ ഭയങ്കര നോക്ക്, ഇവിടെയൊക്കെ ഭയങ്കര കളർഫുൾ ആണ് കേട്ടോ. ക്രിസ്മസ് അടിപൊളിയാ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം ക്രിസ്മസ് ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തു തുടങ്ങി. ചിക്കൻ ഫ്രൈ ചെയ്ത് അത് കറിയാക്കാനാണ് പ്ലാൻ. അതിനുശേഷം ബാസ്മതി റൈസ് വെച്ചിട്ട് നമ്മൾ ചോറുണ്ടാക്കും, സാലഡ്, പപ്പടം. ഇതാണ് ഇപ്പോഴത്തെ പ്ലാൻ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡ് ബൈ സൈഡ് നമ്മൾ ചോറും റെഡിയായി കഴിഞ്ഞു. നമ്മൾ കേക്കാണ് റെഡിയാക്കുന്നത്. ഇത് റെഡ് വെൽവെറ്റ് കേക്കൊന്നും അല്ല കേട്ടോ. ടൊമാറ്റോ റെഡ് കളർ ഞാൻ ചേർത്തുന്നേ ഉള്ളൂ, ജസ്റ്റ് ഒരു കളർഫുൾ ആയിട്ടിരിക്കാൻ. പക്ഷേ ബാറ്ററിന് അടിപൊളി കളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും കേക്കിന് അത്രയും കളർ കിട്ടിയിട്ടില്ലായിരുന്നു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അത് വെച്ച് കേക്കിൽ ടോപ്പ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫൈനലി തീരുമാനിച്ചു സാന്റാ ക്ലോസിൻ്റെ ക്യാപ്പ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. ഞാനൊരു പ്രോ അല്ലാത്തത് കൊണ്ട് പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ സാന്റാ ക്ലോസിൻ്റെ ക്യാപ്പ് ഇവിടെ റെഡി ആയതിനു ശേഷം ഞാൻ കളർ ബോൾസ് ഇട്ടൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തു. സോ ആ കേക്ക് ഈസ് റെഡി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലിട്ട് 1 മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ലഞ്ചിൻ്റെ ടൈമായി. സാലഡ്, ചിക്കൻ കറി ആൻഡ് ബാസ്മതി റൈസ്. പ്ലം കേക്കും വൈനും ഇല്ലാത്ത എന്ത് ക്രിസ്മസ് അല്ലേ. ഹായ് ഓൾ. അപ്പം നമ്മളിവിടെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഫോർട്ട് കൊച്ചി ഒന്ന് ഞാൻ കാണിച്ചു തരാം. വിചാരിച്ച അത്രയും കളർഫുൾ അല്ല ഈ പ്രാവശ്യം കൊച്ചി. എക്സ്പെക്റ്റഡ് ആണ്. കൊറോണ ആയതുകൊണ്ട് ഒബ്വിയസ്ലി അത്രയും കാണത്തില്ല. ബട്ട് വീടുകളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് അവർ സെറ്റപ്പ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. പുറത്തോട്ട് അത്രയും മൂവിങ് അല്ല, കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുമ്പോൾ അല്ല. അത് കൊച്ചിയൻസിന് എസ്പെഷ്യലി മനസ്സിലാവും. എന്നാലും കുഴപ്പമില്ല. നമുക്കൊന്ന് ഫോർട്ട് കൊച്ചി കറങ്ങിയിട്ട് വരാം. ശരിക്കും നമ്മൾ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, റോഡൊക്കെ ഭയങ്കര സൈലൻറ്റ് മോഡിൽ പോലെ ആയിരുന്നു. ലൈക്ക് അധികം മൂവിങ് അല്ലായിരുന്നു. നോർമൽ ഡേയ്സിൽ പോലും അത്യാവശ്യം തിരക്കുള്ള റോഡാണ്. പക്ഷേ ക്രിസ്മസിന് അത്രയും തിരക്കില്ലായിരുന്നു. പക്ഷേ വീടുകളിൽ അടിപൊളിയായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പള്ളികളിലും നമുക്ക് വലിയ ഡെക്കറേഷനും പരിപാടികളും കാണാൻ സാധിച്ചില്ല. നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്രയും ക്രിസ്മസ് വൈബ് ഒന്നും നമുക്ക് അങ്ങനെ ഒന്നും തോന്നിച്ചില്ല. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും സേഫായിട്ട് ക്രിസ്മസ് ആഘോഷിക്കുവാന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് കാണുമ്പോൾ അത്യാവശ്യം അവയർനെസ് എല്ലാവരിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത് കാണുമ്പം. അപ്പം നമ്മൾ ഈ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനേക്കാളും മുമ്പ് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അത് കാണുക. ഇത് ജസ്റ്റ് ഒരു വ്ളോഗ് കൈൻഡ് ഓഫ് വീഡിയോ മാത്രമാണ്. നമ്മുടെ ക്രിസ്മസ് ഡേയിൽ എങ്ങനെയുണ്ട് നമ്മളുടെ പരിസരം, അത്രയും എൻജോയ്മെൻറ്റ് അല്ലെങ്കിൽ എൻജോയബിൾ ആണോ അല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വ്ളോഗ് ഇട്ടെന്നേ ഉള്ളൂ. കണ്ടോ, പള്ളികളൊക്കെ ഭയങ്കര സൈലൻറ്റിലാണ്. അധികം തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. പിന്നെ നമ്മൾ കണ്ടതിൽ ആകെ ഒരു പള്ളിയിലേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല അടിപൊളി ലൈറ്റ്സും കാര്യങ്ങളും ഡെക്കറേഷനും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ വരുന്ന വഴിയിലുള്ള പള്ളികളിൽ കമ്പയർ ചെയ്യുമ്പം ഈ പള്ളിയിലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തത്. പക്ഷെ ആൾക്കാർക്ക് അവിടെ ഇല്ലായിരുന്നു. ഇന്നിങ്ങനെ ജസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു എന്നൊരു ചെറിയൊരു വ്ളോഗ് പോലെ എടുക്കാം, അതുകൊണ്ടാണ് എടുത്തത്. വലിയ സംഭവങ്ങളൊന്നുമില്ല. കുറേ സംഭവങ്ങൾ ഞാൻ വിചാരിച്ചായിരുന്നു. ഇവിടെ ഫോർട്ട് കൊച്ചി സൈഡിലൊക്കെ ക്രിസ്മസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കൊന്ന് കാണിക്കാം, എല്ലാവരെയും കാണിക്കാം എങ്ങനെയാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണെന്നുള്ളത്. നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ ഫൈനലി എത്തി. ഫോർട്ട് കൊച്ചിയിൽ ഒരു മരമുണ്ട്.
അവിടെ ആ ക്രിസ്മസ് ട്രീ എന്ന് പറയും, അത് ഭയങ്കര സൂപ്പറായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് ആ മരത്തിൽ ഒരു സ്റ്റാർ പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ബീച്ച് സൈഡിൽ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു കപ്പൽ പോവാണേ. അടിപൊളി DJ ഒക്കെ വെച്ച് പാട്ടൊക്കെ വെച്ചിട്ട് പോവുക. ഇപ്പം കൊച്ചി ബീച്ച് സൈഡിൽ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെയൊന്നും അല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. നമുക്ക് നിൽക്കാൻ കൂടെ ഇടം കാണത്തില്ല. അപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചി വിസിറ്റ് കഴിഞ്ഞ് ഭയങ്കര ശോകമാണ് കേട്ടോ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ്. വീട്ടിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ പറ്റുന്ന രീതിയിൽ ചെറുതായിട്ടൊന്ന് സെലിബ്രേഷനൊന്നുമില്ല. നിങ്ങൾ കണ്ടതുപോലെ കേക്കും കാര്യങ്ങളും നോൺ വെജും അങ്ങനെ കുറച്ചുണ്ടാക്കി, അത്രേ ഉള്ളൂ. പുറത്തൊന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചാൽ അതിന് പറ്റില്ല. കുഴപ്പമില്ല. കൊറോണ ഒക്കെ സീസൺ കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടിച്ചു പൊളിച്ച് ക്രിസ്മസ് അടുത്ത കൊല്ലം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടുകളിൽ അടിച്ചു പൊളിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. കാരണം പുറത്ത് ഇതേപോലെ തന്നെ ശോഭമായിരിക്കും. അപ്പോൾ വൺസ് അഗെയിൻ വിഷിംഗ് all of you a Merry Christmas and Happy New Year. Bye.